എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. പഴയകാല പത്രപ്രവർത്തന ബോധങ്ങളെല്ലാം ആരംഭിക്കുമ്പോൾ പറയുമായിരുന്നു, 4 W's and 1 H എന്ന്. വാട്ട്, വെൻ, വെയർ, ഹൂ ആൻഡ് ഹൗ. ഇതാണത്രേ ഒരു പത്രപ്രവർത്തകന്റെ മുമ്പിലുള്ള വിഷയങ്ങളെന്ന് പണ്ട് പറയുവായി. അതൊരു കൺവെൻഷനലായിട്ടുള്ള പത്രപ്രവർത്തനത്തിന്റെ റിപ്പോർട്ടിന്റെ തുടക്കമാകുമായി. അതിലൊക്കെ ഇത് മാറ്റം വന്നതാണ്. പക്ഷെ ഈ വാസ്തും വെന്നും വൈയും ഹൂവും ഹവും എല്ലാം അർത്ഥമുള്ള വാട്ട് ആൻഡ് വെൻ, വൈ ആൻഡ് ഹൂ ആൻഡ് ഹൗ അതെല്ലാം ആകുന്നത് അത് മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോഴാണ്. ആ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവിതവുമായി ബന്ധപ്പെടുമ്പോഴേ W-ന് രക്തമുണ്ടാകുന്നു, അപ്പോഴേ H രക്തമുണ്ടാകുന്നു. ആ മനുഷ്യൻ അവന്റെ മാനസികമായ പ്രശ്നങ്ങൾ, അതിന്റെ നല്ലതോ ചിട്ടയോ സന്തോഷമോ സങ്കടമോ അതിലെല്ലാമുള്ള ഉലവല് അത് മനുഷ്യനെയും അവൻ സമൂഹത്തിന്റെ ഭാഗമാകയാൽ സമൂഹത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാകുമ്പോഴേ ഇതൊക്കെ അർത്ഥമുണ്ടാകുന്നു. ആ മനുഷ്യരാണ് ഇന്നിപ്പോൾ ഏറ്റവും അധികം തള്ളിമാറ്റപ്പെട്ടവർ, സാക്ഷരവൽക്കരിക്കപ്പെട്ടവർ. നിങ്ങൾ എല്ലാം നിറഞ്ഞു, പക്ഷെ എവിടെയാണ് നിങ്ങളിൽ മനുഷ്യത്വം വിജയിക്കുന്നത്? പണത്തിന് വേണ്ടിയാണ് ഈ ഓട്ടമെങ്കിൽ അതിന്റെ ഫലമായി നിങ്ങൾ ഒരുപാട് പണം കൊണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പണത്താൽ ഒരു മച്ചയുണ്ടാക്കുന്നു. നിങ്ങൾക്ക് ആ മച്ചയിൽ കിടന്നുറങ്ങിയാൽ ഉറക്കം വരുമോ? എവിടെയാണ് സ്വസ്ഥത, സമാധാനം? എവിടെയാണ് എല്ലാവരും കൊതിക്കുന്ന വിശ്രാന്തിയുടേതായ ആ നിമിഷങ്ങൾ? പുതിയ ലോകത്ത് അതാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുന്ന, ദൗർലഭ്യം നേരിടുന്ന പ്രശ്നമെന്ന് നമുക്കറിയാം. മാധ്യമങ്ങൾ അതിനെപ്പറ്റി മനുഷ്യനെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? സ്വയം അതിന്റെ വിവരങ്ങളെപ്പറ്റി ആരായുന്നുണ്ടോ? സ്വന്തമായി തങ്ങൾക്ക് മാത്രമായി അത് കഴിയാതെ വരുമ്പോഴും മാധ്യമങ്ങൾക്കുള്ള ഒരു എഡ്യൂക്കേറ്റീവ് റോളിനെ പറ്റി, ജനങ്ങളെ ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള മാധ്യമങ്ങളുടെ പങ്കിനെ പറ്റി അത് മാധ്യമങ്ങൾ ഇന്ന് എങ്ങനെ കാണുന്നു, ഉൾക്കൊള്ളുന്നു, അതൊരു ചോദ്യമാണ്. അവിടെയാണ്